ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പൊ മഞ്ഞുമൽ ബോയ്സ് കണ്ട് പുറത്തിറങ്ങിയിരിക്കുകയാണ്. FDFS നമ്മൾ പടം കണ്ടു. തൃശ്ശൂർ ശോഭ സിറ്റി നോട്ട്സ് എന്നാണ് പടം കാണുന്നത്. ഫസ്റ്റ് ഷോ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അതിഗംഭീരം. നമ്മളൊരു പടത്തിന്റെ ട്രെയിലർ റിയാക്ഷൻ ചെയ്തിരുന്നു. ആ വീഡിയോ കണ്ട ആളുകൾ കണ്ടിട്ടില്ലെങ്കിൽ അത് കാണണ്ട. കാരണം ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ പടത്തിലുള്ളത്. അതിഗംഭീര, ഒറ്റ വാക്കിൽ പറഞ്ഞ എല്ലാ മേഖലയിലും ടെക്നിക്കലായാലും ആർട്ടായാലും പെർഫോമൻസുകളൊക്കെ ആയാലും അഴിഞ്ഞാടിയിരിക്കുന്ന പെർഫോമൻസ്, കയ്യടികൾ, നിലയ്ക്കാത്ത കയ്യടികൾ. പടത്തിന് ഇന്റർവെല്ലിന് ശേഷം ക്ലൈമാക്സ് വരെ നിലയ്ക്കാത്ത കയ്യടികൾ. പെർഫോമൻസുകൾ ഓരോരുത്തർ പേരെടുത്ത് ഞാൻ പറയുന്നില്ല, എല്ലാവരും നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. നമ്മുടെ സൗബിൻ മുതൽ അങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ അവരുടെ ടീം, ജാനേമൻ ടീം, ഫുൾ ടീം അതിഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു രക്ഷയില്ല എന്ന് തന്നെ പറയാം, അതിഗംഭീരം. അപ്പൊ പടത്തിലേക്ക് വരുന്നതിന് മുമ്പ് നമ്മുടെ ഓരോരുത്തരുടെ കഥയാണ്. നമ്മളെല്ലാവരും ഓരോ സമയത്ത് നമ്മുടെയൊക്കെ ടീനേജിൽ ഫേസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു കഥ തന്നെയാണ്. നമ്മൾ ട്രിപ്പ് പോകാൻ പ്ലാൻ ചെയ്യുന്നത്, ആ ട്രിപ്പ് പോകുന്നതും അതിലുണ്ടാവുന്ന ഇൻസിഡൻസും കാര്യങ്ങളും. പല ആളുകളാവും, പലതരത്തിലുള്ള ആളുകളാവും. അപ്പൊ നമ്മൾ ആഘോഷങ്ങൾ കൂടുമ്പോൾ ഉണ്ടാകുന്ന പ്രോബ്ലംസ് ഒക്കെ ആയിട്ട് ഫേസ് ചെയ്യുന്ന ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് വന്നിട്ടുണ്ട്. അങ്ങനെ എനിക്ക് തന്നെ തോന്നിയിട്ടുണ്ട് ഈ സിനിമയിൽ ഒരു ക്യാരക്ടർ ഞാനായിരുന്നു എന്ന് തോന്നുന്നുണ്ട്. കാരണം നമ്മുടെ നാട്ടില് അടിച്ചു പൊളിച്ച് നടക്കുന്ന ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നത് വളരെ ചെറുപ്പത്തിൽ ഞങ്ങള് ട്രിപ്പ് പോയിട്ടുണ്ട്. ഈ പടത്തിലെ കഥയായിട്ട് ഭയങ്കര സാമ്യമുണ്ട്. കാരണം ഈ പടത്തിലൊരു ട്രിപ്പ് പോകുന്നത് കോളീസിലാണ്. ഞങ്ങൾ ട്രിപ്പ് പോകുന്നത് കോളീസിലാണ്. ഏകദേശം 2003 കാലഘട്ടത്തിലാണ്, കറക്റ്റ് ഓർമ്മയില്ല. പറക്കുന്നളിക്ക് പടം ഒന്ന് കാണുന്നുണ്ട്, ഒന്ന് സെക്കൻഡ് കണ്ടിട്ടാണ് നമ്മൾ പോകുന്നത് കൊടൈക്കനാലിലേക്ക്. അപ്പൊ ആ പോകുന്ന സമയത്ത് പല ഇൻസിഡൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓരോ വീട്ടിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ, ആ ട്രിപ്പിന് നമ്മൾ പൈസ ഉണ്ടാക്കുന്നത്, ഓരോ ഫ്രണ്ട്സിന് എന്റെ കയ്യിലൊന്നൊരു രൂപയിൽ എടുക്കാം, അപ്പൊ എന്റെ പൈസ എടുത്ത് പോകുന്നതൊക്കെ ആയിട്ട് ഭയങ്കര കണക്ട് ആയിരുന്നു. അതിന്റെ ഇടയിൽ നമ്മളിപ്പോ ടീനേജ് ആണ്, നമ്മുടെ പ്രായം നമുക്കറിയാലോ. അടിച്ചു പൊളിക്കുമ്പോൾ ഓരോ വിഷയത്തിൽ പോയി പെടുന്നതൊക്കെ ആയിട്ട് കുറെ കാര്യങ്ങൾ എനിക്ക് പേഴ്സണലി കണക്ട് ചെയ്യും. ആ ട്രിപ്പ് ഞാൻ മറക്കാത്തൊരു ട്രിപ്പാണ് കൊടൈക്കനാല്. നമ്മൾ കോളീസ് NL എന്ന് പറഞ്ഞ പോൾസാണ്ട് കോളീസിലാണെന്ന് പോകുന്നത്. ഞാൻ സുധീഷ്, അതുപോലെ തന്നെ സജീഷ്, ജോസൻ, സന്തോഷ്, നിർമ്മൽ ശ്രീനി, സുനിയേട്ടൻ, പിന്നെ അങ്ങനെ ആരൊക്കെയോ മിസ്സായിട്ട്, ബിജു, ഒരുപാട് പേര്, 9-10 പേരാണ്. അന്ന് നമ്മള് പെർമിറ്റിന്റെ പ്രശ്നമൊക്കെ ആയിട്ട് നമ്മൾ ഒരാളധികമായിട്ട് വണ്ടി നിർത്താണ്ട് പോയ വിഷയങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ നമ്മളൊരു സ്ഥലത്ത് പോയിട്ട് ചെറിയ സീനൊക്കെ പൊട്ടിയതൊക്കെ കണക്ട് ആയ സീനാണ്. അപ്പോൾ ഗുണ കേവ് എന്ന് പറഞ്ഞ സ്ഥലം നമ്മൾ അന്ന് ഡിസ്കസ് ചെയ്തിരുന്നു. നമ്മളിങ്ങനെ സുധീഷൊക്കെ ഒന്ന് പറയുന്നുണ്ട്, ഇത് ഇന്ന സ്ഥലത്ത് ഇങ്ങനെ മരിച്ചിട്ടുള്ള കഥകളൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ട്രിപ്പ് പോയി വന്നതിന് ശേഷമാണ് നമ്മളൊരു ഇൻസിഡന്റ് ഗുണ കേവിൽ പെട്ടിട്ടുള്ള ഒരാളെ രക്ഷപ്പെട്ട് കഥയൊക്കെ നമ്മൾ കേട്ടത്, നമ്മൾ വായിച്ചത്. ഞാൻ ട്രെയിലർ റിയാക്ഷൻ ചെയ്തതിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇതൊരു സർവൈവൽ മൂവി തന്നെയാണ്. ഇതിന്റെ ഫിലിമിന്റെ കഥയൊക്കെ ഏകദേശം എല്ലാവർക്കും പ്രെഡിക്റ്റബിൾ ആയിരിക്കും. പക്ഷെ ഇതിന്റെ മേക്കിംഗ്, ഇന്ത്യയിലെ പെരിയ നടിപ്പ് പോലെ ഇത് പെരിയ മേക്കിംഗ്, ഒരു രക്ഷയില്ലാത്ത മേക്കിംഗാണ്. പ്രത്യേകിച്ച് ആർട്ട് ചെയ്ത ആളുകൾ. പിന്നെ പെർഫോമൻസുകൾ പറയണ്ട. ശ്രീനാഥ് ബാസി, ഓരോരുത്തർ പേരെടുത്ത് പറയുന്നില്ല. കാരണം ഒരു പേര് മിസ്സായി കഴിഞ്ഞാൽ അത് ഭയങ്കരമായിട്ട് ഇതാവും, പേരിൽ നോക്കി പറയേണ്ടി വരും. അപ്പൊ അത്രയും എല്ലാവരും ഗംഭീരമായിട്ടുള്ള പെർഫോമൻസുകളാണ്. ഇവരുടെ കുട്ടിക്കാലം കാണിക്കുന്ന സീനുകളായാലും ഒക്കെ. നമ്മുടെ നാട്ടിൻപുറത്ത് മഞ്ഞുമൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് 2 യുവദർശന എന്ന് പറഞ്ഞ ക്ലബ്ബ് രണ്ടാവുന്നതും സ്പ്ലിറ്റ് ആവുന്നതും, അവർ നമ്മൾ ചില പ്രശ്നങ്ങൾ, കല്യാണ വീട്ടിൽ എൻജോയ് ചെയ്യുന്ന മൂമെന്റ്സുകളും, വടംവലി സംബന്ധമായിട്ടുള്ള ഒരു ക്ലബിന്റെ ഒരു ഐക്യം, അത് ക്ലൈമാക്സിൽ കൊണ്ടുവന്ന ഒരു സീനൊക്കെ ഉണ്ട്. അതിഗംഭീരം തന്നെ പറയേണ്ടി വരും. അപ്പോൾ ഇതിൽ ഞാൻ ഒരു കഥാപാത്രം എന്ന് എനിക്ക് തോന്നിപ്പോയി. ഇത് എൻ്റെ ഒരു കഥയാണോ പറയുന്നതെന്ന് തോന്നിപ്പോ. അത്രയും നല്ല രീതിയിലാണ് ഈ പടം എടുത്തു വെച്ചിട്ടുള്ളത്. ഒരു രക്ഷയില്ലാത്ത രീതിയിൽ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ സുശീൽ ശ്യാം പറഞ്ഞ പോലെ തന്നെ ഇതിന്റെ ഏറ്റവും സെഡ് കാര്യങ്ങൾ, ഇത് വേറെ ലെവൽ മൂവിയാണ്. BGM ഒന്നും പറയണ്ട, ആ ലെവലിലാണ് എടുത്തു വെച്ചിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ പടം കാണുന്ന സമയത്ത് ഓരോ കാര്യങ്ങൾ കണക്ട് ആവും. അതാണ് ഏറ്റവും വലിയ സംഭവം. നമ്മളൊക്കെ ഒരു ട്രിപ്പ് പോകുന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ചെറുപ്പകാലത്തൊക്കെ പോയിരുന്ന ആ സമയത്ത് പൈസ ഉണ്ടാക്കേണ്ട കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാം കണക്റ്റഡ് ആവുന്ന ഒരുപാട് സംഭവങ്ങൾ ഇതിൽ വരുന്നുണ്ട്. അത് പേഴ്സണലി ശരിക്ക് ഇങ്ങനെ ടച്ച് ചെയ്യും നമ്മൾക്ക്. പിന്നെ നമ്മളൊക്കെ കുട്ടിക്കാലായാലും ഏത് ഏജ് വന്നാലും നമുക്കൊക്കെ ചെറിയ ചെറിയ കുസൃതികളുണ്ട്. ആ കുസൃതികളിൽ പെട്ടിട്ടുണ്ടാകുന്ന പല പല വിഷയങ്ങളും അത് കഴിഞ്ഞ് നമ്മളത് കഴിഞ്ഞ് മറക്കും, വീണ്ടും അതിൽ പോയി ചാടും. ഇതിലൊരു വലിയൊരു എക്സ്പീരിയൻസ് പറയുന്നുണ്ട് ക്ലൈമാക്സിൽ. വെച്ച് കഴിഞ്ഞാൽ ഒരു സാഹചര്യത്തിൽ അങ്ങനെ വന്നു, പിന്നെ അതിലേക്ക് പോവരുത്, എല്ലാവരും അതും ജോബ് ഓറിയന്റഡ് ഒക്കെ ആയിട്ട് നീങ്ങുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ അതിൽ കണക്ട് ആയിട്ട് പറയുന്നുണ്ട്. അതിൽ കൂടുതൽ പോകുന്നില്ല. പിന്നെ ഒന്നും ആലോചിക്കേണ്ട, പോയി ടിക്കറ്റ് എടുക്കുക, വിത്ത് ഫാമിലി ആയിട്ട് കാണാൻ പറ്റിയ അതിഗംഭീര എക്സ്പീരിയൻസിലൊരു പടമാണ്. ഒരു രക്ഷയില്ലാത്ത മൂവി. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടു. എല്ലാവർക്കും, ഞാൻ തിയേറ്ററിൽ കണ്ട സമയത്ത് ഒരാൾ പോലും ഈ പടം കൈയടിക്കാണ്ട് പോയിട്ടില്ല. അതുപോലെ നമ്മളിങ്ങനെ ക്ലൈമാക്സിന് ശേഷം നമ്മളിങ്ങനെ കൈ ഇങ്ങനെ പിടിച്ചിങ്ങനെ പ്രാർത്ഥിച്ചിരിക്കുന്ന പോലത്തെ ഒരു ഫീല് വരും. എൻ്റെ അപ്പുറത്തിരിക്കുന്ന ഒരു ഫാമിലിയൊക്കെ അവരൊക്കെ ഇങ്ങനെ ഒന്നും പറ്റല്ലേ എന്നുള്ള രീതിയിൽ പ്രാർത്ഥിച്ചിരിക്കുന്ന ഒരു ഇതൊക്കെ സീനൊക്കെ വന്നപ്പോൾ അങ്ങനെ ഇരിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് വല്ലാത്തൊരു ഇത് തോന്നി. പിന്നെ
കൂട്ടുകാർ എന്ന് പറഞ്ഞൊരു സബ്ജക്റ്റ്, നമ്മൾ ഒരുമിച്ച് ഒരു സ്ഥലത്തേക്ക് പോയിട്ട് തിരിച്ചു വരാത്തൊരവസ്ഥ നിങ്ങൾ ആലോചിച്ച് ട്രിപ്പ് പോയി, നമ്മളെല്ലാവരും കൂടി പോയിട്ട് തിരിച്ചു വരാത്തൊരവസ്ഥ, ഒരു കൂട്ടുകാരന്മാർ എന്നുള്ളൊരു കണക്ഷൻ, ഒരു വീട്ടിലൊക്കെ വിട്ടുണ്ടാവുക, അന്ന് അവളുടെ കൊണ്ട് വിട്ടലാ, അവനെ ഞാൻ നോക്കിക്കോളാന്നൊക്കെ പറഞ്ഞിട്ടോ അമ്മമാരൊക്കെ നമ്മളെ വിട്ടുണ്ടാവുക. ഒരവസ്ഥ ഫേസ് ചെയ്യേണ്ട അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കി. അപ്പൊ അതൊക്കെ എടുത്ത രീതികളും അമ്മമാരെ ഫീലിങ്സ്, ചെറുപ്പത്തിലെ ഈ കുട്ടികളുടെ ഇതൊക്കെ ടച്ച് ചെയ്തിട്ടുള്ള ഭാഗങ്ങളും ഇവരൊക്കെ കുട്ടിക്കാലം കാണിക്കുന്ന ഭാഗങ്ങളൊക്കെ അതിഗംഭീരാണ്. വല്ല കണക്ഷൻ വന്നിട്ടുണ്ട്. ഒരു എന്താ പറയാ, ഒരു ചെറിയൊരു ഭാഗത്ത് പോലും കണക്ഷൻ വിട്ടു പോകുന്നില്ല. ഒരു മിനിറ്റ് പോലും പടം ബോറടിക്കുന്നില്ല. എന്താ പറയാ, വേറെ എക്സ്പീരിയൻസ്, തിയേറ്റർ എക്സ്പീരിയൻസ്, മേക്കിംഗ്, ആർട്ട് വർക്ക്, എല്ലാ മേഖലയിലും 100% നീതി പുലർത്തിയിട്ടുള്ള പടമാണ്. ധൈര്യമായിട്ട് പോയി ടിക്കറ്റ് എടുക്കുക. കൂടുതലൊന്നും പറയാനില്ല, പറയണ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം എല്ലാവരും ഒന്ന് കാര്യമായിട്ട് പരിഗണിക്കുക. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഓക്കെ.